ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻജോർഡ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ കുറെ വെള്ളക്കിളികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പരിചയപ്പെടാം. എന്താ പേര്? ഷമി, ആമിന, ആമിന, സോഫിയ, സോഫിയ, സുനിത, സുനിത, സബീന. പേരട്ടകളാണോ? ത്രേസ്യ. നല്ല പേര്. എന്താ? മിൽറെഡ്. മിൽറെഡോ? ആദ്യം വെറൈറ്റി പേര് കിട്ടുന്ന മിൽറെഡ്. അപ്പൊ നിങ്ങളൊക്കെ ആരാ, എന്താ ഇവിടെ പറയൂ. ഫ്രണ്ട്സുകളെ കൂടെ 1992 10th സ്റ്റുഡൻസ് ആണ്. ഇത്ര 30 വർഷത്തോളമായി ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് നിലനിൽക്കുന്നത്. സ്നേഹം, സമാധാനം, ഐക്യം. അപ്പൊ ഡാൻസ്, റീൽസ്, ഡാൻസിന്റെതാണോ? കുറെ റീൽസ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒരു ഡാൻസ് കളിക്കും, ഒരു പാട്ട് പാടും. ദുബായിലോട്ട് പോകണമെന്ന് പാർട്ടി ആണ്. ഈ ഡ്രസ്സ് എല്ലാവർക്കും ഒരു എടുത്തു കൊടുത്തതാണ്. അതെനിക്ക് അറിയണം, പിന്നെ എനിക്ക് അപ്പൊ നമുക്കേ പ്രോഗ്രാം എന്താണെന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ആൻസർ പറയുക. ഓക്കെ, പെട്ടെന്ന് ചോദിക്കും. ദുബായിൽ പോണതിന് മുമ്പ് ചോദിച്ചു തരും. അവിടെ ഏറ്റവും കൂടുതൽ ആരാണോ ആൻസർ പറയുന്നത് അവരാണ് വിജയ്. അവസാനം കിടന്ന് അടി കൂടരുത്. ഇവിടെ ആരെങ്കിലും ഒരാൾ പറയണമെങ്കിൽ 2 പേർ കൂടെ സമ്മാനം തരാൻ വേണ്ടല്ലോ. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് സെയിന്റ് ആന്റണീസ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഞങ്ങൾ എടുത്തോളാം സമ്മാനമില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്വന്തമായി വീടുള്ള ജീവി ഏതാണ്? സ്വന്തമായി വീടുള്ള ജീവി. വീട്ടിലൊക്കെ ഈ ഒരു വീട് വരാറുണ്ട്. ഉറുമ്പല്ല, വീട്. ചീവീട്. ചീവീട് വീട്ടിലുണ്ടല്ലേ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പേരിന്റെ ഒപ്പം പൂവ് കൊണ്ട് നടക്കുന്ന ജീവി ഏതാണ്? ചില ആണുങ്ങളെയൊക്കെ നമ്മൾ ഈ ഒരു പേരിട്ട് വിളിക്കാറുണ്ട്. പൂവൻകോഴി. കറക്റ്റ് ആൻസർ ഇവിടെ നിന്നാണ് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ ചോര വരുത്താതെ 20 പേരുടെ തല വെട്ടി, പക്ഷെ പോലീസ് അറിഞ്ഞിട്ടും എന്നെ അറസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ആ 20 പേരുടെ തല വെട്ടി എന്ന് പറഞ്ഞില്ലേ, അത് ആരാണ്? 20 നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് 20 എണ്ണം. നഖം വെട്ടുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ. 20 പേരുടെ ചോര വരുത്താതെ അല്ലേ നമ്മൾ വെട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്റെ നിറം ചുവപ്പാണ്. ചുവപ്പ് നിറം നിങ്ങളുടെ ഇഷ്ടം കാര്യം നിറമൊക്കെ വരും. എന്നെ തൊട്ടാൽ ഭയങ്കരനാണ് ഞാൻ, പക്ഷെ എന്നെ തൊട്ടാൽ കറുപ്പ് നിറമാകും. ആരാണ് ഞാൻ? പറയൂ. ഇവിടെ ആരെങ്കിലും പറയും. ഇവിടെയാണ് പറഞ്ഞത്. എടാ, ഇവിടെ പറയണവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇവിടെ ഓക്കെ, ഒരു പോയിന്റ്. ഇവിടെ 2 പോയിന്റ് ആയില്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ മൂലയിൽ ഒളിച്ചിരുന്ന് ബുദ്ധിപരമായിട്ട് കളിക്കുന്ന കണ്ടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ എപ്പോഴും പറന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, തിന്നില്ല കുടിക്കില്ല. ആരാണ് ഞാൻ? അല്ല, ഇവിടെ നമ്മുടെ ഈ ബീച്ചിലൊക്കെ ഉണ്ടായിരുന്ന സാധനം പറന്നിങ്ങനെ നടക്കും, മുകളിലോട്ട് നടക്കും. പറന്ന് നടക്കും, തിന്നയില്ല കുടിക്കില്ല. ആരാണ് ഞാൻ? എപ്പോഴും പറന്ന് നടക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പട്ടം. ആര് ആൻസർ പറഞ്ഞ രീതിയാണ്. ഹസ്ബൻഡാണോ? ചേട്ടാ 2 പോയിന്റ് കിട്ടി. 2 പോയിന്റ്. 2 1 ഞാൻ ഒന്നല്ലേ പറഞ്ഞു. അല്ല, 2 പോയിന്റ് പറയണവർക്കല്ലേ. അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ പറയും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇതൊരു കൂട്ടില്ലാത്ത പെട്ടിയാണ്. കൂട്ടില്ലാതെ നമ്മൾ എടുക്കുകയും ചെയ്യും. മണ്ണിലിടുന്ന പെട്ടിയാണ്. ഏതാണ് പെട്ടി? മയ്യപ്പെട്ടി. കറക്റ്റ് ആൻസർ. മയ്യപ്പെട്ടി. ഓക്കെ, അപ്പൊ സയാമീസിന് 1 മാർക്ക് കിട്ടി. സയാമീസിന് ഒരാൾക്ക്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മഴയത്താണ് ജനിക്കുന്നത്, പക്ഷെ വെയിലത്ത് നിൽക്കും. ആരാണ് ഞാൻ? അപ്പൊ 2 പേര് തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഓക്കെ, അവൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കണ്ണ് കാണാൻ സാധിക്കാത്തവർക്കും കാണാൻ സാധിക്കുന്ന ഒരു സാധനമുണ്ട്, പക്ഷെ സ്വപ്നമല്ല. അപ്പോൾ എന്താണ്? കണ്ണ് മറച്ചു നോക്കി അറിയാം. ഇരുട്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ആളുകൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഒരു ഗേറ്റ് ഉണ്ട്. ഏതാണ്? കോൾഗേറ്റ് ഇവിടെ അല്ലേ ആദ്യം പറഞ്ഞത്? ഇവിടെ ആദ്യം പറഞ്ഞത്. ആദ്യം എവിടെന്നാ കേട്ടത്? എല്ലാവർക്കും പങ്കിട്ട് തരാനൊന്നും പറ്റത്തില്ല, ഒരാൾക്ക് തരാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
എല്ലാ മരത്തിലും ആളുകൾ കയറാറുണ്ട്, പക്ഷെ ഈ മരത്തിൽ മാത്രം കയറാറില്ല. ഏതാണ് ആ മരം? സമരമല്ല, ഈ മരത്തിൽ കയറിയാതെ ഒടിഞ്ഞു വീഴും. നമ്മൾ സാധാരണ ഒരു ഫ്രൂട്ട് കിട്ടുന്നത് വാഴ. അപ്പൊ മൂന്നല്ലേ? അപ്പൊ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരൂ. സയാമീസ് ഒരാൾ വേർപെട്ട് വരൂ. രണ്ടുപേരെയും കൂടെ വെച്ചിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ആരാണോ പറയുന്നത് അവരാണ് വിജയ്. ആരും പറഞ്ഞു കൊടുക്കരുത്. എല്ലാരും ഇങ്ങനെ തുറക്കരുത്. അപ്പൊ നമുക്ക് ഇല്ല. ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലേ? അന്യരുടെ ചുണ്ടല്ല, മൗനല്ല. ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് ചുണ്ടുകൾ കൂട്ടിമുട്ടി നോക്കൂ, അപ്പൊ അറിയാം. അടച്ചിരിക്കും. എന്തൊരടച്ചിരിക്കും? വാ അടച്ചിരിക്കും. കറക്റ്റാണ്, വാ അടയും. അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. എന്തായിരുന്നു പേര്? ഷെമി. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് ആരാ? പറയൂ. ഷെമി. അടിക്കാൻ പോകുന്നു. എല്ലാ ഒപ്പനയ്ക്കും മണവാട്ടിയാണ്. അന്ന് സ്ലിം ബ്യൂട്ടി ആയിരുന്നു. ഇപ്പൊ എങ്കിലും നല്ല ഗ്ലാമർ ഉണ്ട് ആളിനെ കാണാൻ. ഈ പറയുന്ന ആളിനെ കണ്ടിട്ട് ദിവ്യ ശ്രീധര ചെറിയ കട്ടുണ്ട്. അപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞാലും പെണ്ണുങ്ങൾ സമ്മാനം വേണ്ടേ? സമ്മാനം വേണം. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയിയായ ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ബാലരാമപുരം കൈത്തറിയുടെയും ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളും. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ അടുത്ത് വല്ല കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം അടിപൊളിയായിരുന്നു. എല്ലാവരും ആസ്വദിച്ചെന്നും മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് പോവാം. ഓക്കേ.